റോമാലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങളിലേക്ക് നമ്മുടെ സവിശേഷ ശ്രദ്ധ ഒന്നുകൊണ്ടുവരാം. റോമാലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എത്ര പേർക്ക് ആ വാക്യം മനസ്സിലായി? ബൈബിൾ വായന നിർത്തിയിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നല്ല ആമേൻ ആ വാക്യത്തിനെന്ന് പറഞ്ഞിട്ട് നല്ല സ്തോത്രം കർത്താവിന് പറഞ്ഞ്. എത്ര മനോഹരമായൊരു പ്രയോഗമാണ്. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്താ അതിന്റെ അർത്ഥം? നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. അതെന്നാ നീതിമാന് വേണ്ടി ആരും മരിക്കാത്ത? നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. സത്യല്ലേ? ഉള്ളതുപോലെ പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല. അതും ശരിയാ, ഇതും ശരിയാ. പിന്നെ ഏതാ തെറ്റെന്ന് ചോദിച്ചാൽ ആയെന്ന് വെക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ പറയുന്ന അങ്ങനെ നല്ല മനുഷ്യനാണ്. ഇപ്പം നീതിയോ സത്യമോ ശരിയോ ഒന്നും അല്ല മനുഷ്യന്റെ ആപ്തവാക്യം. ഞാൻ നല്ലതാണെന്ന് എല്ലാവരും പറയണം. ഒരു നല്ല ആമയും പറഞ്ഞു. അപ്പൊ എല്ലാരെ കൊണ്ട് ഞാൻ നല്ലതാണെന്ന് പറയിപ്പിക്കാനുള്ളൊരു പരക്കം പാച്ചില്ല ഇന്നെല്ലാവരും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? ഇരയ്ക്കൊപ്പം ഓടും, വേട്ടക്കാരനൊപ്പം ഓടും. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി ചമഞ്ഞാൽ മതി. അങ്ങനെ ഒരു വല്ലാത്ത പരുവക്കേടി നിൽക്കുകയാണ് നമ്മൾ. പക്ഷെ സുവിശേഷം അതല്ല, സഭ അതല്ല. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം സത്യമായി, ശരി ശരിയായി, യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നോട് ചേർന്ന വാക്യൻ, എന്നോട് ചേർന്ന ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ പൗലോസ് പറയുക, നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ നീതിമാന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. അങ്ങനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും. നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. 2, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഞാനിപ്പം ആഴകം അല്ലേ, ആഴകത്തെ ഞാൻ ആദ്യമായിട്ട് വരിക, ഈ പേരങ്ങോട്ട് ആഴകത്തെ ഞാൻ പ്രസംഗിക്കാൻ വന്നു. ലൈവൊക്കെ പോകുന്നതുകൊണ്ടൊരു പേടിയുണ്ട്. എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ലേ, ദൈവം അത്ഭുതകരമായി എല്ലാം തന്നിട്ടുണ്ടേ, നടത്തുന്നുണ്ടേ. അതല്ല, ഒരു ഉദാഹരണം എന്ന് പറയുകയാണേ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നപ്പം ഒരാൾക്ക് എന്നോടൊരു അനുകമ്പ. KJ തോമസേ, കുമളിയിൽ നിന്നൊക്കെ വന്നല്ലേ, എനിക്ക് അങ്ങയോടങ്ങ് അനുകമ്പ തോന്നി. ഈ മാർച്ച് മാസം 25-ാം തീയതിക്ക് മുമ്പ് ഞാൻ താങ്കൾക്ക് 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാമെന്ന് വാക്ക് പറഞ്ഞ ഗുണവാനെ ഞാൻ വെറുതെ വിടുവെന്ന്? ഓട്ടിയും പാട്ടിയും താട്ടിയും മുട്ടി അച്ചായോ പൊന്നച്ചായോ, എൻ്റെ 26 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ ഇതുപോലൊരു ഓഫർ തന്ന ഒരാളുമില്ല. അച്ഛൻ സാധാരണ അച്ഛനല്ല, പൊന്നച്ചായനാ. അങ്ങനെ ഞാന് അച്ഛനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ഒട്ടിയും പറ്റി ആ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നാട്ടുകാർ ചിലർ അങ്ങനെ എടുത്തിട്ട് തല്ലുക. ഉടനെ ഞാൻ വക്കാലത്തിന് ചെല്ലുക. അയ്യോ തല്ലല്ലേ, എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളെ മുഖത്തോട്ട് ഒന്നുകൂടെ നോക്കിക്കേ. ഇങ്ങനെ തന്നെ തല്ലാനാണോ വന്നേ? അത് ആള് മാറി തല്ലുന്നതാണോ? തല്ലല്ലേ കൊല്ലല്ലേ, ആള് മാറിയോ, ഒന്നുകൂടെ നോക്കേ എന്ന് പറഞ്ഞ് ഞാൻ വക്കാലത്തിന് ചെല്ലുന്നത് അമ്പമ്പോ ആ മനുഷ്യനോട് ഒരു സ്നേഹവും ഉള്ളത് കൊണ്ടല്ല. മാർച്ച് മാസം 25-ാം തീയതിക്ക് മുമ്പ് അദ്ദേഹത്തെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ എനിക്ക് കിട്ടേണ്ട 2 ലക്ഷം വെള്ളത്തിൽ പോകും. നേരെ മറിച്ച് ആ മനുഷ്യൻ ആ 2 ലക്ഷത്തിന്റെ ഓഫർ എനിക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തല്ലുവോ കൊല്ലുവോ അത് അങ്ങേരുടെ കയ്യിലിരിപ്പുണ്ടാ. എനിക്ക് എൻ്റെ തടിയും രക്ഷിച്ചുകൊണ്ട് കുമ്മളിൽ പോകണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വല്ലോ? പൗലോസ് പറയാം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്നാൽ മാനവവർഗം നീതിമാന്മാരായതുകൊണ്ടല്ല കേട്ടോ. തിരുവെഴുത്ത് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി. നമുക്ക് ഗുണഗണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കത്തക്ക നിലയിൽ, ദൈവം നമ്മെ അംഗീകരിക്കത്തക്ക നിലയിൽ ഇന്ന ഗുണം എന്നിലുണ്ടെന്ന്
ഒരു മനുഷ്യനും പറയാൻ ദൈവം മുമ്പാകെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം നീതിമാന്മാരല്ലാതിരിക്കെ, നാം ഗുണവാന്മാരല്ലാതിരിക്കെ, നാം പാപികളായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം അഭക്തരായിരിക്കെ, എല്ലാവരും സ്തോത്രം ചെയ്തു പറ, നാം ദൂരസ്ഥരായിരിക്കെ, ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മനുഷ്യനായി മണ്ണിൽ അയച്ചതിലൂടെ, യേശു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ സ്നേഹമെന്നു വെളിപ്പെടുത്തിയിരിക്കുന്നു. ആഴകം ദേശനിവാസികളെ, ഇന്ന് രാത്രി ഞാനൊരു വ്യക്തിത്വത്തെ ഇവിടെ ഉയർത്തുകയാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ തലയിൽ മുൾക്കിരീടം മുഴുവച്ചാല് പോലെ അടിച്ചു കീറപ്പെട്ട് ക്രൂശിന്റെ ഒരു ക്രോസ് തന്റെ ചുമലിൽ ഏറ്റെടുത്ത് വീണ്ടും എണ്ണിറ്റും വീണ്ടും രക്തത്തുള്ളികൾ യെരൂശലേം തെരുവീഥിയിലൂടെ ഇട്ടിട്ട് വീഴ്ത്തി തലയോടിടുമെന്ന ഗോൽഗൊഥ മലയുടെ മുകളിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് പ്രാണനെ എന്റെ യേശു വെടിഞ്ഞു. എന്റെ മാന്യ സുഹൃത്തെ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പാലസ്തീന്റെ പച്ച മണ്ണിൽ തലയോടിടമെന്ന ഗോൽഗൊഥ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ മരിച്ച യേശുവുമാണ് മാനവവർഗത്തോടുള്ള അതുല്യമായ ദൈവ സ്നേഹത്തിന്റെ ഉന്നത വെളിപ്പാട്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്ക. ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ മേഖല യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം എന്തിനു നമ്മെ സ്നേഹിച്ചു? 2 കാര്യത്തിനാ സ്നേഹിച്ചത്. യോഹന്നാൻ 3:16 പറയുന്നു. അറിയാവുന്നവർ ഒരുമിച്ച് ഒന്നുകൂടെ സ്തോത്രം ചെയ്തു പറ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. 2 കാര്യത്തിനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. 1, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. 2, നിത്യജീവൻ പ്രാപിക്കാൻ സ്നേഹിച്ചു. എന്താ ഈ നിത്യജീവൻ പ്രാപിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? എന്താ നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? ഞാൻ വ്യക്തമാക്കാം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതമാണ് എന്നാണ്. പക്ഷെ നിത്യജീവൻ എന്നത് തിരുവെഴുത്ത് ശാന്തമായി പഠിച്ചാൽ വ്യക്തമാകപ്പെടുന്നത് ഒരിക്കലും തീരാത്ത ജീവിതം എന്ന അർത്ഥത്തിലല്ല. കാരണം സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല. 2ഉം നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നാണ്. 3 ജീവനുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു, 3 മരണമുണ്ടെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണ്. മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. 2, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം? മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ശരീരവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. 2, ആത്മീക ജീവൻ. ചിന്താശേഷിയുള്ളപ്പോൾ, മറ്റ് ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, വചന കേൾവിയാൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനാൽ അകത്തെ മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുന്ന മാനസാന്തരത്താൽ ദൈവവുമായുള്ള ഒരാഴമായ സജീവമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നെടുക്കപ്പെടുന്ന അതുല്യമായ ആത്മീക അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ.
അത് അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? ആ അനുഭവമുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതൊരു യാന്ത്രികതയല്ല, അത് ആഴമായ ഒരു ജീവിത അനുഭവമാണ്. അതിന് ഞാൻ ഇങ്ങനെ പറയാം. യോഹന്നാൻ 15 യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കൊമ്പിനു മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധിക്കില്ല. ഇന്ന് രാത്രി രക്ഷ എന്താണെന്ന് ഞാൻ പറയാം. വീണ്ടും ജനനം എന്താണെന്ന് ഞാൻ പറയാം. വീട്ടിലും നാട്ടിലും ഹോസ്റ്റലിലും ജീവിതത്തിന്റെ ഏതു മേഖലകളിലും ഇരുട്ടത്തും വെളിച്ചത്തും ആമേൻ ജീവിതത്തിന്റെ പരസ്യവും രഹസ്യവുമായ സകല മേഖലകളിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവവുമായുള്ള സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയാതെ ആഴമായി ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ കഴിയുന്ന ഒരാത്മിക അനുഭവമാണ് പ്രിയരെ ആത്മിക ജീവൻ. ഇന്ന് രാത്രി അത് കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? കർത്താവിനോട് പറ, കേവലം യാന്ത്രികമായ ചടങ്ങായ ഒരാത്മിക അനുഭവമല്ല. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ലോകത്തെ, പാപത്തെ, ജഡത്തെ, പിശാചിനെ എനിക്ക് ജയിക്കാൻ കഴിയുന്ന, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ദൈവകൃപ അനുഭവിക്കാൻ കഴിയുന്ന, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന ആത്മിക ജീവന്റെ അനുഭവം ഇന്ന് രാത്രി ധാരാളമായി എന്റെ മേൽ പെരുകി വരത്തക്കവണ്ണം അങ്ങയുടെ കൃപയുടെ വ്യാപാരം അയക്കണമെന്ന് സ്തോത്രം ചെയ്യുന്നവർ കരമടിച്ച് അല്പ നിമിഷം ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൃപയുടെ മേൽ കൃപ, ശക്തിയുടെ മേൽ ശക്തി, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി തികയ്ക്കാൻ കഴിയുന്ന ദൈവ കൃപയുടെ മഹാത്മ്യം, ആത്മിക ജീവന്റെ കുത്തൊഴുക്ക് ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേൽ പകരട്ടെ. എനിക്കത് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനത് അവിടെ അങ്ങ് പരിമിതപ്പെടുത്തുക. 2 ആത്മീക മരണം. ചിന്താശേഷിയുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, മർത്യശരീരത്തിൽ ജീവനുള്ളപ്പോൾ, ധാരാളം പ്രാവശ്യം വചനം കേട്ടിട്ടും പരിശുദ്ധാത്മാവ് അവസരം തന്നിട്ടും ബോധപൂർവം സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന അനുഭവമാണ് ആത്മീക മരണം. 3 നിത്യജീവൻ. എന്നാ നിത്യജീവൻ പറയാം? നിത്യജീവൻ എന്താണെന്ന് പറയണമെങ്കിൽ മരണാനന്തര ജീവിതം എന്താണെന്ന് അറിയണം. എന്തിനാ നമ്മൾ സ്വർഗത്തിൽ പോകുന്നേ? സ്വർഗത്തിൽ എന്തിനാ പോകുന്നെന്ന് ചോദിച്ചാൽ ഒത്തിരി മറുപടിയാണ് മനുഷ്യർക്ക് പറയാനുള്ളത്. മുത്തുപവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, പുക്ഷരാഗം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളാൽ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക താഴിക കുടങ്ങളോട് കൂടിയ പുത്തനാം യെരൂശലേം, മൈസൂരും കൊടൈക്കനാലിലും തേക്കടിയിലും ഒക്കെ ഈ പിക്നിക്കിന് പോകുന്നത് പോലെ അവിടുത്തെ കൊട്ടാരം ഒന്ന് കണ്ടേക്കാം. അവിടെ പറയുന്ന കൊട്ടാരം ഒന്ന് കണ്ടേക്കാം. ആ ഒരു ലാഘവ ബുദ്ധിയൊക്കെ ചിലർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ളൂ. ഞാൻ അതിനായി കാര്യം പറഞ്ഞു വരുന്നത്. അപ്പൊ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് പുത്തനാം യെരൂശലേം അവിടെ ഉള്ളത് കൊണ്ടാണ്. വേറെ ചിലർ സ്വർഗത്തിൽ പോകാൻ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അവരവിടെ ഉണ്ട്. അവരെ കാണാനുള്ള വ്യഗ്രത കൊണ്ടാണ് ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത്. വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് അവിടെ സ്വർണ്ണ തെരുവീതി ഉള്ളത് കൊണ്ടാണ്. ഞാൻ പല യോഗങ്ങളിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നിൻ മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്നൊക്കെ പാടുമ്പം കൂർക്കം വലിച്ചുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്നൊക്കെ കർത്തൃമേശയ്ക്ക് പാട്ട് പാടി തിരുമേശ അടുത്ത് വരുമ്പോൾ ചിലരപ്പോഴും നല്ല മയക്കത്തില്ല. അവർക്ക് നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം ഒന്നും ഹൃദയത്തിൽ കയറിയിട്ടില്ല. അടുത്തിരിക്കുന്ന ആള് പറയണം, അമ്മാമേ വന്നു വന്നു, പാത്രം വന്നെന്ന് പറയണമെന്ന്. അപ്പൊ നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്ന് കേട്ടാൽ മനുഷ്യർക്ക് അത്രയും പ്രതികരണമുള്ളൂ. പക്ഷെ പൊന്മണി മാളിക അവൻ പൊന്മണി മാല അല്ലെ, പൊന്മണി മാല അവൻ എനിക്ക് തരും, ശുഭ്രവസ്ത്രം എന്നൊക്കെ കേൾക്കുമ്പോ ചാടിത്തുള്ളി ആ സ്തോത്രം പറയും. ഈ പൊന്മണി മാല കേൾക്കുമ്പം പാടരുതെന്നല്ല, ഞാൻ ഈ സ്തോത്രം ചെയ്യരുതെന്നല്ല ഈ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പൊന്മണി മാല തരുമെന്നല്ല പാട്ടുകാരൻ എഴുതിയത്, ഗാനരചയിതാവ് എഴുതിയത് പൊന്മണി മാളിക അവൻ എനിക്ക് തരുമെന്ന. ഇപ്പൊ പാടുന്നതിനിടയ്ക്ക് മാളിക എന്നുള്ളത് ആ പിച്ചിനോട് ചേർന്ന് വരാത്തതുകൊണ്ട് മാളികയ്ക്ക് പകരം അതൊരു മാലയാക്കിയതാണ്.
സ്വർഗം സ്വർഗമാകുന്നത് പുത്തനാം യെരൂശലേം ഉള്ളത് കൊണ്ടല്ല. സ്വർഗം സ്വർഗമാകുന്നത് കോടാനുകോടി വിശുദ്ധന്മാരുടെ വിശുദ്ധ മതികളുടെ ആത്മാക്കൾ ഉള്ളത് കൊണ്ടല്ല. സ്വർഗം സ്വർഗമാകുന്നത് സ്വർണ്ണത്തെരുവീഥി ഉള്ളത് കൊണ്ടല്ല. സ്വർഗം സ്വർഗമാകുന്നത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ, ഇനി ഒരിക്കലും ദൈവത്തെ പിരിയേണ്ടി വരാതെ എന്നേക്കും ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇങ്ങനെ നാം എപ്പോഴും, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു പറ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുന്ന, ഒരിക്കലും കർത്താവിനെ പിരിയേണ്ടി വരാതെ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അതു തരാനാ ദൈവം തന്റെ പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ചത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? മറക്കല്ല്, അതാണ് നിത്യജീവൻ. അടുത്തത് നിത്യനാശം, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. ശാരീരിക ജീവൻ കണ്ടു, ശാരീരിക മരണം കണ്ടു, ആത്മിക മരണം കണ്ടു. മൂന്നാമത്തെ മരണമാണ് നിത്യമരണം. നിത്യമരണത്തിന് തിരുവെഴുത്ത് കൊടുത്തിരിക്കുന്ന മറുപേരാണ് നിത്യനാശം. സഹോദരങ്ങളെ, സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് അവിടുത്തെ പുഴുവല്ല, അവിടുത്തെ കൃമിയല്ല, അവിടുത്തെ തീയല്ല. വേദനയോടെ ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് ഇന്ന് മനുഷ്യനൊരു കളിയാണ്, മനുഷ്യന് നേരം പോക്കാണ്. നരകത്തെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറയുന്നവർ പോലുമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തിരുവെഴുത്തിൽ ആധികാരികമായി നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ, അപ്പോസ്തലന്മാരെക്കാൾ, പുതിയ നിയമ എഴുത്തുകാരെക്കാൾ നരകത്തെക്കുറിച്ച് അസന്നിഗ്ധമായും ആധികാരികമായും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. യേശു പറഞ്ഞു, നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല. നരകമെന്ന ഭയാനക ന്യായവിധി ഉള്ളത് കൊണ്ടാണ് യേശുവിലൂടെ നമുക്ക് കിട്ടിയ രക്ഷ ഇത്ര വലിയ രക്ഷയായി മാറിയത്. അതരം തുറന്നാമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? നരകത്തിൽ പുഴുവുണ്ട്, നരകത്തിൽ കൃമിയുണ്ട്, നരകത്തിൽ തീയുണ്ട്. പക്ഷേ നരകത്തിന്റെ ഭയാനകത, നരകത്തെ നരകമാക്കുന്നത് പുഴുവല്ല, കൃമിയല്ല, തീയല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവത്തിന്റെ സ്നേഹ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് യേശു കർത്താവിന്റെ സ്നേഹ സാന്നിധ്യമില്ല എന്നുള്ളതാണ്.